ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് ഒരു കട്ടനൊക്കെ ആനത്തി ഞാൻ ഇങ്ങനെ ഫോണിൽ റീലൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ തോണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ റീല് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഒരു റീല് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഒരു കൊതി. എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയോ, എന്നാലും ഉള്ളി മസാലയൊക്കെ വഴറ്റി വെച്ചിരുന്നോണ്ട് സംഗതി എളുപ്പമായിരുന്നേ. കേട്ടില്ലേ, ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റീലാട്ടോ ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ വൈകിട്ട് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇക്ക മല്ലിയിലുണ്ടോ, പുതിനയിലുണ്ടോ? രണ്ടും ഓരോന്ന് വേണേ. കുഴപ്പമില്ല. 20 F2 ആണേ. ഓക്കെ. അപ്പൊ അങ്ങനെ മല്ലിയിലും പുതിനയിലും സെറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പൊ നേരെ കിച്ചണിൽ ചെന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ചിക്കൻ എടുത്ത് പുറത്ത് വെക്കാം. അപ്പൊ അതിന്റെ കട്ടയൊക്കെ ഒന്ന് മാറിയിട്ട് അതൊന്ന് നോർമൽ ആയിക്കോളുമല്ലോ. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, പിന്നെ ഉപ്പിട്ടപ്പോൾ ഞാൻ വിചാരിച്ച് കൂടിപ്പോയെന്ന്. നിങ്ങൾ വിചാരിച്ചില്ലേ കൂടിപ്പോയെന്ന്? ഓക്കെ, കൂടിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു മുട്ടയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് പെരട്ടി വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മസാല ആദ്യം ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തും കേട്ടോ. നമ്മൾ ഈ ചിക്കന്റെ മണ്ടയ്ക്കോട്ട് മഞ്ഞപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ടു, അപ്പം പലയിടത്തും പലതും എത്താതെ പോട്ടോ. ആക്ച്വലി ഈ ബിരിയാണി വെച്ച് ഞാൻ എനിക്ക് തന്നെ ഒരു മക്ക് പിടിച്ചൊരവസ്ഥയായി കേട്ടോ. അപ്പം ഞാൻ കുറച്ചധികം റിസർച്ചൊക്കെ ചെയ്തിട്ട് കുറച്ച് യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ വേറൊരു പുതിയൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത്. അപ്പം ടേസ്റ്റ് എന്നും ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്തില്ലേ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഒരേ രീതിയിൽ കഴിച്ച് എനിക്ക് ഫുള്ളായിട്ട് അത് മക്ക് പിടിക്കും. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അതുപോലെ തന്നെ ചുമന്നുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുപോലെ ഞാൻ കുറച്ച് സവോളയും കൂടി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് വഴറ്റി. അപ്പൊ ഇതാ ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം തന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് നമുക്ക് ഇതിനകത്ത് സവാള നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്, നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നല്ലപോലെ എണ്ണ ചൂടായിട്ട് ഇങ്ങനെ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്താൽ അതങ്ങ് കുഴഞ്ഞു പോകും. അപ്പൊ 2ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് കറുപ്പിക്കേണ്ട, ഒരു ബ്രൗൺ കളർ ആവുന്ന സമയം കൊണ്ട് നമുക്ക് കോരി എടുക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചൂടോടുകൂടി ജസ്റ്റ് ചൂടാണ് എന്നാലും കൈ കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഇത് നല്ല ക്രിപ്സി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു അല്പം പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താലും സവോള നല്ല ക്രിപ്സി ആയിട്ടിരിക്കും, അല്ലെങ്കിൽ അതങ്ങ് വാടി വഴഞ്ഞിരിക്കും. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മുന്തിരിങ്ങ ഇഷ്ടമുള്ളവർക്ക് ഇടാം. അച്ചാച്ചൻ ഇവിടെ അങ്ങനെ ഇതുപോലും ഇഷ്ടമില്ല, ഇത് പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് ആ എണ്ണയിൽ നിന്ന് കുറച്ച് ഞാൻ എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം അത്രയൊന്നും വേണ്ടായിരുന്നു എണ്ണ. അപ്പൊ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്രോസറിയിൽ നിന്ന് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടിനും ഓരോ ദിറംസ് ആണ് കേട്ടോ. അപ്പൊ അത് ഞാൻ മേടിച്ചു. അപ്പൊ റൈസിനത് ഞാൻ അത്യാവശ്യം നല്ലിട്ട് വെള്ളം എടുത്തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ബെല്ലി ലീഫും ഏലക്കയും കരിയാമ്പും എന്താ പറയാ നമ്മുടെ പട്ടയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും വലിച്ചു കയറിയിട്ടിട്ടില്ല, കുറച്ച് അലുകുലുത്ത സാധനങ്ങൾ മാത്രം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ വെട്ടി തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ റൈസ് എടുത്തിട്ട് ഞാനൊരു 2 ഗ്ലാസ് ചെറിയ 2 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു, 2 ഗ്ലാസ് അരിയാണ്. അപ്പൊ അങ്ങനെ അത് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം സവോള ഇട്ട് കൊടുക്കണം, നമുക്ക് മസാല എടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് സവോള ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എത്രയും നന്നായിട്ട് വഴറ്റുന്നോ അത്രയും ടേസ്റ്റ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ബിരിയാണിക്ക് കിട്ടും കേട്ടോ. നമ്മൾ സമയം എടുത്ത് ചെയ്യുന്ന, അതായത് കുക്ക് ചെയ്യുന്ന ഇതിനും പെട്ടെന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതും തമ്മിൽ നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അതങ്ങനെയാണ്.
ഇപ്പോൾ സവോളയൊക്കെ നല്ലപോലെ വഴറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ ആ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്നട്ടും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് കോരി കുറച്ച് ആ സവോളയുടെ ആ ഒരു ബ്രൗൺ കളറിൽ എടുത്തിട്ടില്ലായിരുന്നോ അതും അതുപോലെ തന്നെ മല്ലിച്ചെപ്പും പുതിനയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പം ഈ സവോളയൊക്കെ നല്ലപോലെ വഴണ്ടും മല്ലിച്ചെപ്പും പുതിനയിലൊക്കെ കാണാൻ പോലില്ല കേട്ടോ. അത്ര നല്ലപോലെ അതിൽ കിടന്ന് നല്ലപോലെ വാടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും മണം ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ്റെയും അതുപോലെ റൈസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചാണ്. എന്നിട്ട് ഇത്തിരി ഉപ്പ് കുറവ് തോന്നി, അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാല എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണവും അപ്പോൾ ഈ നമ്മുടെ തൈരും എല്ലാം ഇട്ടതിൻ്റെ ഒക്കെ ആ ഒരു കുത്തലൊന്ന് മാറിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുഴുവൻ ചിക്കനും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചപ്പോൾ ഞാൻ ചുമ്മാ ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് തന്നെ കഴിച്ചപ്പോഴത്തേക്കിന്. കാരണം നമ്മൾ അതിനകത്ത് മസാല ഒരു വെറൈറ്റി മസാല ആണല്ലോ, മുട്ടയും തൈരും ഒക്കെ ചേർത്തിട്ടാണല്ലോ നമ്മളിത് മിക്സ് ചെയ്ത് ഓൾറെഡി വെച്ചിരുന്നത്. എന്താ ഒരല്പം ചൂടുവെള്ളം കൂടി ഇത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പം നമ്മുടെ ഈ മസാലയും ചിക്കനും ഇടയ്ക്ക് ഒന്ന് സെറ്റ് ആവണല്ലോ. അപ്പോൾ ഒരു ഇത്തിരി മല്ലിയിലും പുതിനയിലും കൂടി അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നല്ല തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ സൈഡിൽ കൂടെ തിളയ്ക്കുന്നതേ ഉള്ളൂ. ഇത് അടിയൊക്കെ നല്ല പറ്റി നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൈസ് ഞാൻ ഓൾറെഡി ഊറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ദം ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസും ചിക്കനും ഒക്കെ സെറ്റായി. നമുക്കിനി ഇത് ദം ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റൈസ് വെച്ച പാത്രത്തിലേക്ക് തന്നെ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് അടിക്ക് പിടിക്കാതെ കുറച്ച് ഓയിലി ആയിട്ടിരിക്കും. പിന്നെ നെയ്യ് ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ആണല്ലോ. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മണ്ടയ്ക്കൂടെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം റൈസൊക്കെ ഒന്ന് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിവിടെ നമ്മുടെ ചൂടുവെള്ളം അതുപോലെ അതിനകത്ത് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ആ ഫ്രൈഡ് ഒനിയൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ ലെയർ സെറ്റ് ചെയ്യണം കേട്ടോ. ചിക്കനും റൈസും അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളം, അതായത് നമ്മുടെ ഒരു മഞ്ഞ കളറൊക്കെ റൈസിന് കിട്ടുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വാനില എസൻസ് ഒക്കെ നല്ലൊരു ഫ്ലേവർ ആണല്ലോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടമാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യുടെ ആ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാലും നല്ലതാണ്. ആ ഒരു മണവും ആ നെയ്യൊക്കെ ചോറിലേക്ക് ചെല്ലുമ്പോഴത്തേനും നല്ലതാണ് കേട്ടോ. എന്നിട്ട് മല്ലിയിലൊക്കെ വീണ്ടും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിത് ദം ചെയ്യാം കേട്ടോ. ഞാൻ എങ്ങനെ ദം ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദോശപ്പാൻ എടുത്തിട്ട് അതിൽ ഗ്യാസ് ഓൺ ആണ് കേട്ടോ. എന്നിട്ട് പാൻ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കിട്ട് നമ്മുടെ ഈ റൈസിൻ്റെ പാത്രം വെക്കും. എന്നിട്ട് ഇതുപോലെ കാറ്റൊന്നും പോവാത്ത എയർ പോവാത്ത ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് എന്തെങ്കിലും ഒരു വെയിറ്റും കൂടെ വെക്കും കേട്ടോ. അപ്പം ഇടയ്ക്കൂടെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് വെയിറ്റിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചരുവത്തിനകത്ത് വെള്ളം വെച്ചിട്ട് ആ വെള്ളം അതങ്ങ് മണ്ടയ്ക്കോട്ട് വെക്കും. അപ്പോൾ അത് നല്ല വെയിറ്റ് ആയിട്ട് തന്നെ അടഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിക്കുന്ന ഉരലുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അതും നല്ല വെയിറ്റുള്ള സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെച്ചാൽ മതി. എന്നിട്ട് ഞാനൊരു ലോ ഫ്ലെയിമിൽ ഒരു 10-15-20 മിനിറ്റിനടുത്തോളം ഞാനിത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ട് നമ്മുടെ ദമ്മ് സെറ്റാവും. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി നമ്മൾ പൊട്ടിച്ചു കേട്ടോ. അച്ചാച്ചൻ വന്നു, നല്ല മണമായിരുന്നു. അത് തുറന്നപ്പോഴത്തേക്കിന് ആ വാനില എസൻസിന്റെയും എന്താ പറയാ നെയ്യുടെയും ചിക്കൻ്റെ ഒക്കെ ഭയങ്കര മണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നാൾ വെച്ചിട്ട് കഴിച്ചതിൽ ഒരുപാട് ടേസ്റ്റുള്ള, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഇത്. അച്ചാച്ചന് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് സാറക്കുട്ടി ഒട്ടനലമ്പായിരുന്നു അവിടെ കിടന്നിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അവളോട് മിണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ കിടന്ന് അലയും വിളിയുമായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മുടെ സൗണ്ടൊന്നും അതിനകത്ത് കേൾക്കാനേ ഇല്ല. അവളവിടെ കിടന്ന് പുറകെ കിടന്ന് ഭയങ്കര അലയും വിളിയും. ഇതിനകത്തൊന്നും ഒരുപാട് ക്ലിപ്പ് ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കുറച്ച് നല്ല ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിനു മുമ്പ് കുറേ ക്ലിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം സാറക്കുട്ടി ഇടയ്ക്ക് വന്ന് നമ്മുടെ ഇടയ്ക്ക് ഞൊഴഞ്ഞു കയറലും അടിപിടി തൊഴിയൊക്കെ ആയിരുന്നു. ഇപ്പോഴും സൗണ്ട് വെക്കുന്നുണ്ട്. ഇതാ ഞാൻ കണ്ടില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അച്ചാച്ചൻ പറയുന്നതൊന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് സൂപ്പർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ക്യാമറ ഓഫ് ചെയ്യുക, അവൾക്ക് കൊടുക്കുന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു.
അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു ഫേസ് വാഷൊക്കെ ഇടും. അതുപോലെ തന്നെ എനിക്കൊരു നൈറ്റ് ക്രീം ഉണ്ട് ഗുഡ് വൈബ്സിൻ്റെ. അപ്പോൾ അതും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ക്രീം, നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ നൈറ്റ് ക്രീമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. എനിക്ക് തോന്നുന്നു എൻ്റെ 3ാമത്തെ ബോട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ നിന്നേ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇന്നും ഇതൂടെ ഉള്ളൂ, തീരാറായി, ഏറെക്കുറെ തീർന്നു വരുന്നു കേട്ടോ. അപ്പം ഇതൊരു എന്താ പറയുക, നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിൻ ഈവൻ ടോൺ ആവാനും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറ്റാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല റിസൾട്ടും ഉണ്ട് കേട്ടോ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ പുരട്ടിയിട്ട് രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്, ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില ദിവസം മറന്നു പോകും, അപ്പോൾ അതങ്ങനെ വിട്ടേക്കും. എന്നാലും മിക്ക ദിവസവും ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു സ്കിൻ റൂട്ടീനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒന്നാണ്. കിടക്കാൻ പാടിട്ട് ഞാൻ ഇതിൻ്റെ സ്കിൻ ഇങ്ങനെ കാണിക്കാണ് കേട്ടോ. ഇതങ്ങനെ ഞാൻ അബ്സോർവ് ചെയ്യാനായിട്ട് വിട്ടേക്കും. അപ്പോൾ നമ്മൾ കിടക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.